Welcome back to Car Darwin. നമ്മുടെ ഹീറോ പുതിയൊരു എക്സ്പൾസ് കൊണ്ടുവരാൻ പോവുകയാണ്. എക്സ്പൾസ് 160 ഉടനെ തന്നെ വരുമെന്നാണ് പറയുന്നത്. അതിന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ്ട്രീം 160 RE കണ്ട സെയിം എൻജിൻ വെച്ച് ഒരു എക്സ്പൾസ് ഹീറോ കൊണ്ടുവരാൻ പോവുകയാണ്. ഉടനെ തന്നെ ഈ വണ്ടി മാർക്കറ്റിൽ വരുമെന്നാണ് പറയുന്നത്. ഒരു 160cc എക്സ്പൾസ്. അപ്പം ഇങ്ങനൊരു വണ്ടി എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഏറ്റവും പുതിയ എക്സ്പൾസ് 210 മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ആ വണ്ടി നല്ലപോലെ തന്നെ അത്യാവശ്യം നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം പോപ്പുലറായി വരികയാണ്. അതിനിടയ്ക്ക് നമ്മുടെ പഴയ എക്സ്പൾസ് 200 4V ഉണ്ട്. അപ്പം ഈ രണ്ട് വണ്ടികളുടെയും പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 25,000 രൂപയോളം വരുന്നുള്ളൂ. അതായത് 210 നോക്കുകയാണെങ്കിൽ 1.75ഉം നമ്മുടെ 200 നോക്കുകയാണെങ്കിൽ 1.5 പ്രൈസ് വരുന്നത്. അതായത് ഈ രണ്ട് വണ്ടികളും തമ്മിൽ ഇത്രയും ഡിഫറൻസ് വരുന്നുള്ളൂ. വെറും 25,000 രൂപ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി 25,000 രൂപ കൂടുതൽ കൊടുത്ത് നിങ്ങൾ ആ ഒരു എക്സ്പൾസ് 210 വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു വണ്ടി കിട്ടും. ലുക്കിൽ വ്യത്യാസമുണ്ട്, ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ എഞ്ചിനിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്, പവറൊക്കെ നല്ലപോലെ വ്യത്യാസമുണ്ട്. അതായത് വെറും 25,000 ഡിഫറൻസ് മാത്രമേ ഈ രണ്ട് വണ്ടികളും തമ്മിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 200 4Vയുടെ കാര്യമില്ലെന്നാണ് ഹീറോ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടിയുടെ സെയിൽ നോക്കിയാലും നല്ലപോലെ തന്നെ കുറഞ്ഞാൽ വന്നേക്കുന്നത്. മാർച്ചിൽ 1304 വണ്ടികൾ മാത്രമേ വിറ്റുള്ളൂ. ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 1455 യൂണിറ്റ് മാത്രമേ 200 4V വിറ്റിട്ടുള്ളൂ. അത് 210 ഇറങ്ങിക്കഴിഞ്ഞിട്ട് 200 സെയിലും നല്ലപോലെ തന്നെ കുറയുന്നുണ്ട്. കാരണം രണ്ട് വണ്ടികളും തമ്മിൽ വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ആളുകൾ 210ലേക്ക് പോകും. അവിടെയാണ് ഈ 160യുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ 160 ഇറക്കുകയാണെങ്കിൽ അത് ഏകദേശം 1.25 ലാഖിൽ കൊടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം ഈ രണ്ട് വണ്ടികളും തമ്മിൽ 50,000 രൂപയ്ക്ക് മേലെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം അത്രയും ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പം വില കുറഞ്ഞ വണ്ടി വേണമെങ്കിൽ 160 യൂസ് ചെയ്യാം. ഇനി വില കൂടിയ പവറൊക്കെ കൂടിയ വണ്ടി വേണമെങ്കിൽ 210 ചൂസ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ തന്നെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 160യുടെ ആവശ്യമുണ്ടെന്നാണ് ഹീറോ പറയുന്നത്. പിന്നെ ആ ഒരു 200cc പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അതിലുണ്ടായിരുന്ന വണ്ടികളൊക്കെ ആ ഒരു ഡിസ്കണ്ടിന്യൂഡ് ആക്കിയായിരുന്നു. 200T ഉണ്ടായിരുന്നു, എക്സ്ട്രീം 200 ഉണ്ടായിരുന്നു. ഇതേപോലത്തെ വണ്ടികളൊക്കെ അവർ നേരത്തെ തന്നെ ഡിസ്കണ്ടിന്യൂഡ് ആക്കി. ആകെപ്പാടെ നമ്മുടെ എക്സ്പൾസ് 200 മാത്രമേ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അപ്പം അതും ഉടനെ നിർത്താൻ പോവുകയാണ്. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം 160Rൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം അവർ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ആ വണ്ടി കുറച്ച് പവറൊക്കെ കൂട്ടിയായിരുന്നു. അപ്പം ആ ഒരു എഞ്ചിൻ വെച്ച് ആകെപ്പാടെ ഒരു വണ്ടി മാത്രമേ വരുന്നുള്ളൂ. എക്സ്പൾസ് 160 വരാൻ നേരത്ത് അവർക്ക് ആ എഞ്ചിൻ കുറച്ചുകൂടി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു എഞ്ചിൻ വെച്ച് രണ്ട് വണ്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് അവിടെയും കുറച്ച് കാശ് കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എക്സ്പൾസ് 160 ഉടനെ തന്നെ വരുമെന്നാണ് പറയുന്നത്. അതായത് അടുത്ത വർഷം തന്നെ ഈ ഒരു വണ്ടി മാർക്കറ്റിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.